നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM-നെതിരെ കുരുക്ക് മുറുകുകയാണ്. അത്ര പെട്ടെന്നൊന്നും അഴിച്ചെടുക്കാനാവാത്ത കുരുക്കാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള CPM-നെതിരെയുള്ള പുതിയ കണ്ടുപിടുത്തം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി നിർണായക നീക്കവുമായി എത്തിയിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ CPM-ന്റെ 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകി കഴിഞ്ഞു. കൂടാതെ ധനകാര്യ മന്ത്രാലയത്തിനും RBIക്കും വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടക്കിയതെന്നായിരുന്നു ഇഡിയുടെ കണ്ടുപിടുത്തം. ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്യാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. ഓഡിറ്റ് വിവരങ്ങളിൽ നിന്ന് മറച്ചുവെച്ചെന്നും ഇക്കാര്യം ഗൗരവകരമായി പരിഗണിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ 150 കോടിയുടെ തട്ടിപ്പിനെ കുറിച്ചും ഇഡി അന്വേഷിക്കുന്നുണ്ട്. പാർട്ടി ഓഫീസിന് ഭൂമി വാങ്ങാനും പാർട്ടി ഫണ്ട്, ലെവി എന്നിവ ശേഖരിക്കുന്നതിനുമാണ് CPM-ന്റെ പേരിൽ 5 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതെന്നാണ് ഇഡി റിപ്പോർട്ടിലുള്ളത്. തൃശൂർ ജില്ലയിൽ മാത്രം 17 ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമായി CPM-ന് 25 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇഡി ആരോപിക്കുന്നു. 2023 മാർച്ച് 21 ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടുകളിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ജനുവരി 16 തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇഡി വിശദീകരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ഇഡിയുടെ ആരോപണം. കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം. എന്നാൽ CPM കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. തൃശൂരിൽ മാത്രം 17 ഏരിയ കമ്മിറ്റിയുടെ പേരിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് ഉണ്ടെന്നാണ് ഇഡി പറയുന്നത്. എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ 2023 മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല. അതുപോലെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ ഉള്ളത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇത്തരത്തിൽ ചെയ്യാത്തത് ചട്ടലംഘനമാണെന്ന് പരിശോധിക്കണമെന്നും ഇഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM നേതാവും മുൻ മന്ത്രിയുമായ AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി ബിനാമി ലോണുകൾ നൽകിയെന്നും വസ്തുവിന്റെ വില പെരുപ്പിച്ച് കാണിച്ചാണ് ലോണുകൾ നൽകിയതെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്.